ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചൈന ഇപ്പോൾ ബഹിരാകാശത്തും അവരുടെ ചൈനീസ് കോപ്പി പതിപ്പുകൾ വർദ്ധിപ്പിക്കുകയാണ്. പുതിയ സംഭവം ഇതാണ്. ലിജിയാൻ 1 കാരിയർ റോക്കറ്റിൽ 9 ഉപഗ്രഹങ്ങൾ ഒറ്റയടിക്ക് ഓർബിറ്റിൽ എത്തിച്ചിരിക്കുകയാണ്. ഇത് വെറും ബഹിരാകാശ ദൗത്യമല്ല, മറിച്ചൊരു ഗ്ലോബൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതുവഴിയെ പറയാം. ഈ വിക്ഷേപണം നടന്നത് ജിയുക്വാൻ സാറ്റലൈറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനടുത്തുള്ള ഡോങ്ഫെങ് കൊമേഴ്ഷ്യൽ സ്പേസ് ഇന്നോവേഷൻ പൈലറ്റ് സോണിൽ നിന്നാണ്. ചൈന ഇവിടെ ലക്ഷ്യമിടുന്നത് വാണിജ്യപരമായ ലാഭമാണ്. വിക്ഷേപിച്ച 9 ഉപഗ്രഹങ്ങളിൽ 3 എണ്ണം UAE, ഈജിപ്ത്, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവയാണ്. ഇത് വാണിജ്യ ബഹിരാകാശ രംഗത്ത് ചൈനയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. UAE നയിക്കുന്ന 813 എന്ന് പേരിട്ടിരിക്കുന്ന ഉപഗ്രഹം മണ്ണ്, കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവ നിരീക്ഷിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശരിക്കും സംഭവം ഇനിയാണ്. നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഉപഗ്രഹം വേണോ? അമേരിക്കൻ റോക്കറ്റിന്റെ ആവശ്യമില്ല, ഞങ്ങളുണ്ട് എന്നൊരു പരസ്യം ഇതിന് പിന്നിലുണ്ട്. ഇതാണ് ആദ്യം പറഞ്ഞ ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ചൈനയിൽ വൈദ്യുതി പോയാൽ അതൊരു ദേശീയ പ്രതിസന്ധിയാണല്ലോ. അതുകൊണ്ട് തന്നെ വൈദ്യുതി വ്യവസായത്തിനായുള്ള ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹവും ഇതിൽ ഉൾപ്പെടുന്നു. പ്രധാന വൈദ്യുതി ലൈനുകളുടെയും ഉപകരണങ്ങളുടെയും ഘടന, സുരക്ഷ കൃത്യമായി നിരീക്ഷിക്കാൻ ഇതിന് കഴിയും. അതുപോലെ ജലസ്രോതസ്സുകളുടെ നിരീക്ഷണത്തിനും നഗരഭരണത്തിനും വേണ്ടിയുള്ള മറ്റ് 2 ഉപഗ്രഹങ്ങളും വിജയകരമായി ഓർബിറ്റിൽ എത്തിയിട്ടുണ്ട്. ലിജിയാൻ 1 റോക്കറ്റ് മോഡലിന്റെ 11ാമത്തെ വിജയകരമായ പറക്കലാണിത്. ഈ ലോഞ്ചിന്റെ പ്രധാന ലക്ഷ്യം ശരിക്കും ശാസ്ത്രീയ പഠനങ്ങളെക്കാൾ ഉപരി വാണിജ്യപരമായ താല്പര്യങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ലിജിയാൻ 1 റോക്കറ്റ് നിർമ്മിച്ച CAS സ്പേസ് എന്ന സ്ഥാപനം കുറഞ്ഞ ചെലവിൽ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഭാവിയിൽ ഈ റോക്കറ്റിന്റെ ഭാഗങ്ങൾ തിരികെ ഭൂമിയിൽ എത്തിക്കാനും അവ റീയൂസ് ചെയ്യാനും കഴിയുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടുത്താൻ അവർക്ക് പദ്ധതിയുള്ളതായി അറിയിച്ചിട്ടുണ്ട്. ഇത് വിക്ഷേപണത്തിന്റെ ചെലവ് വീണ്ടും കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ ചന്ദ്രനിലേക്കും അഗാധമായ ബഹിരാകാശത്തിലേക്കുമുള്ള ചൈനയുടെ ലക്ഷ്യങ്ങൾക്ക് മുന്നേറ്റം നൽകുന്ന മൈക്രോഗ്രാവിറ്റി റേഡിയേഷൻ റിസർച്ച് എന്നിവയ്ക്കുള്ള ഗവേഷണശാലയായും ഈ റോക്കറ്റ് പ്രവർത്തിക്കും. ചുരുക്കത്തിൽ സ്പേസ് ടൂറിസം, ശാസ്ത്രീയ ഗവേഷണം, വാണിജ്യപരമായ വിക്ഷേപണങ്ങൾ എന്നിവയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ചൈനയുടെ തീവ്ര ശ്രമങ്ങളാണ് ഈ വിജയകരമായ ദൗത്യത്തിലൂടെ നമ്മൾ കാണുന്നത്. ചൈനയുടെ ബഹിരാകാശ കുതിപ്പ് മറ്റ് രാജ്യങ്ങൾക്കൊരു വലിയ വെല്ലുവിളിയാണ്. ലിജിയാൻ 1 റോക്കറ്റിന്റെ റീയൂസ് സാധ്യതകളും കുറഞ്ഞ വിക്ഷേപണ ചെലവും ആഗോള വാണിജ്യ ബഹിരാകാശ വിപണിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. സൂപ്പർ പവറുകൾ തമ്മിലുള്ള സ്പേസ് റേസ് പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിജയം ചൈനയുടെ ആധിപത്യം ഉറപ്പിക്കുന്നു. ഒരു ബഹിരാകാശ യുദ്ധം ആരംഭിച്ചിട്ടില്ലെങ്കിൽ പോലും അതിന്റെ പടയൊരുക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.